2015 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സ്കൈഫൈ സർവൈവൽ മൂവിയാണ് ദ മാർഷ്യൻ. ചൊവ്വ ഗ്രഹത്തിൽ റിസർച്ചിന് വേണ്ടി പോകുന്ന കുറച്ച് ആസ്ട്രോനട്ടുകൾ എന്നാൽ തിരികെ വരാൻ നേരം ഒരാളോടെ മിസ്സായി പോകുന്നു. തനിയെ ഒറ്റപ്പെട്ട് ആരും കൂട്ടിനില്ലാതെ, അതും ചൊവ്വ ഗ്രഹത്തിൽ. അയാൾ എങ്ങനെയായിരിക്കും അവിടുന്ന് രക്ഷപ്പെടുന്നത്? അതോ അവിടെ കിടന്ന് മരിക്കേണ്ടി വരുമോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന നമ്മുടെ ചൊവ്വ ഗ്രഹത്തെയാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് ആസ്ട്രോനട്ടുകൾ ചേർന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു. ദേ ഇവനാണ് നമ്മുടെ മൂവിയിലെ നായകൻ. പേര് മാർക്ക്. പെട്ടെന്നാണ് അതിഭയങ്കരമായ ഒരു പൊടിക്കാറ്റ് അവരെ ലക്ഷ്യമാക്കി വരാൻ തുടങ്ങിയത്. അതിവേഗത്തിലായിരുന്നു ആ കൊടുങ്കാറ്റ് വന്നുകൊണ്ടിരുന്നതും. നിലവിലെ 8600 ന്യൂട്ടൺ ശക്തിയിലാണ് കാറ്റ് വീശുന്നത്. ഇവരുടെ ഷിപ്പിനാണെങ്കിൽ 7500 ന്യൂട്ടൺ ശക്തി താങ്ങാനുള്ള കഴിവേ ഉണ്ടായിരുന്നുള്ളൂ. അതിലും അധികം ശക്തി വന്നാൽ ഷിപ്പ് മറിഞ്ഞു വീണു പോകും. അതോടെ എല്ലാവരും ഇവിടെ കുടുങ്ങി പോവുകയും ചെയ്യും. ഒരുപക്ഷെ അവരുടെ കണക്കുകളൊക്കെ തെറ്റാനും മതി. എങ്കിലും ഒരു പരീക്ഷണത്തിന് തയ്യാറാവാതെ അവരെല്ലാവരും തിരികെ ഭൂമിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി സ്യൂട്ടൊക്കെ ഇട്ട് ഓരോരുത്തരായിട്ട് ഹാബിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും പൊടിക്കാറ്റ് അതിഭയങ്കരമായിട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങിയിരുന്നു. ആ ഒരു പൊടിക്കാറ്റ് കാരണം അവിടെ മുഴുവൻ ഇരുട്ടായിരിക്കുകയാണ്. പരസ്പരം ആർക്കും ഒന്ന് കാണാൻ കൂടി പറ്റുന്നില്ല. എല്ലാവരും കൂടി മാക്സിമം വേഗത്തിൽ തങ്ങളുടെ ഷിപ്പിന്റെ അടുത്തേക്ക് നടക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അവിടെ സിഗ്നലിന് വേണ്ടി വെച്ചിരുന്ന ആന്റിന പറന്നു വന്ന് നമ്മുടെ മാർക്കിന്റെ ദേഹത്തേക്ക് ഇടിക്കുന്നത്. ആ ഒരു ഫോഴ്സിൽ അവൻ തെറിച്ച് ദൂരേക്ക് എവിടെയോ ചെന്ന് വീഴുന്നു. അവൻ എവിടേക്കാ വീണതെന്ന് ആർക്കും മനസ്സിലായില്ല. മാത്രമല്ല അവന്റെ സ്യൂട്ട് പൊട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ സിഗ്നലും കട്ടായിരിക്കുകയാണ്. കമാൻഡർ അപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാം ഷിപ്പിലേക്ക് കയറ്റുന്നു. ശേഷം മാർക്കിന് വേണ്ടി അവിടെ മുഴുവൻ അന്വേഷിച്ചു നോക്കുന്നുണ്ടെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. സ്യൂട്ട് പൊട്ടിയ സ്ഥിതിക്ക് മാർക്ക് മരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അവർ കരുതിയത്. മാത്രമല്ല അധിക നേരം അവർക്ക് അവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ കാറ്റിന്റെ ശക്തി കാരണം ഷിപ്പ് കുറച്ച് ചരിഞ്ഞിട്ടുണ്ട്. ഇനിയും അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മാർക്ക് മരിച്ചിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ അവരെല്ലാവരും അവിടെ നിന്ന് തിരികെ പോകുന്നു. ഇതേ സമയം ഭൂമിയിലും നാസയുടെ ഡയറക്ടർ മാർക്ക് മരിച്ചെന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്ക് മരിച്ചിട്ടില്ല. അവന്റെ ദേഹത്തേക്ക് കുത്തിക്കേറിയ ആ ആന്റിനെ തന്നെയാണ് അവന് രക്ഷിച്ചത്. ആന്റിനെയും അവന്റെ രക്തവും കൂടി ചേർന്ന് ഓക്സിജൻ വെളിയിൽ പോകാതെ ഫുൾ ആയിട്ട് സീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മാർക്ക് രക്ഷപ്പെട്ടതും. അങ്ങനെ ഹാബിലേക്ക് തിരികെ വന്നതും അവൻ അപ്പോൾ തന്നെ ആന്റിനെയെല്ലാം വലിച്ചൂരി മുറിവെല്ലാം ക്ലീൻ ചെയ്യുന്നു. ആന്റിനയുടെ ചെറിയൊരു കഷ്ടം വയറ്റിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വേദന സഹിച്ച് കഷ്ടപ്പെട്ടാണ് അവൻ അത് പുറത്തെടുത്തത്. ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്ളോഗ് പോലെ അവൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഒരു പക്ഷേ താൻ മരിച്ചു പോയാലും മറ്റുള്ളവർ കാണാൻ വേണ്ടിയായിരുന്നു അത്. കമ്മ്യൂണിക്കേഷനുള്ള ആന്റിനെ പൊട്ടിപ്പോയത് കാരണം അവന് ഭൂമിയിലുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റില്ല. നാസയുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ പറ്റിയാൽ തന്നെ അടുത്ത മിഷൻ ടീം ഇവിടെ എത്താൻ 4 വർഷത്തോളം എടുക്കും. 31 ദിവസം താമസിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഹാബാണിത്. ഓക്സിജൻ തീർന്നാൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും. വെള്ളത്തിന്റെ റിക്ലൈമർ ഫെയിൽ ആയാൽ ഞാൻ ദാഹിച്ചു മരിക്കും. ഈ ഹബിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലോ? ഇതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് ഞാനും മരിക്കും. ഇനിയിപ്പോൾ ഈ പറഞ്ഞതൊന്നും ഉണ്ടായില്ലെങ്കിലോ? ഞാൻ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. പുറത്താണെങ്കിൽ നല്ല രീതിയിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് പല പല കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. എങ്കിലും അവസാനം അവനൊരു തീരുമാനമെടുത്തു. ഇവിടെ കിടന്ന് എന്തായാലും മരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 6 പേർക്ക് 68 ദിവസങ്ങൾ കഴിക്കാനുള്ള ഫുഡ് മാത്രമേ അവർ കൊണ്ടുവന്നുള്ളൂ. ഇപ്പൊ അവിടെ മാർക്ക് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് 6 പേർക്കുള്ള ഫുഡ് അവൻ ഒറ്റയ്ക്ക് കഴിച്ചാൽ തന്നെ കൂടിപ്പോയാൽ 400 ദിവസങ്ങൾ വരെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അടുത്ത മിഷൻ ടീം ഇവിടെ എത്തണമെങ്കിൽ തന്നെ 4 വർഷം എടുക്കും. എന്ത് വേണമെന്നറിയാതെ കൂട്ടി കഴിച്ചും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആൾക്ക് കൊണ്ടുവന്ന ഫുഡിന്റെ കൂട്ടത്തിൽ നിന്നും കുറച്ച് ഉരുളക്കിഴങ്ങുകൾ കിട്ടുന്നത്. അപ്പോൾ തന്നെ അവനൊരു ഐഡിയ തോന്നുന്നു. എന്തായാലും ഇപ്പോൾ 1 വർഷത്തേക്കുള്ള ഫുഡ് എന്റെ കയ്യിലുണ്ട്. അല്പം കുറച്ച് കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 400 ദിവസമെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 3 വർഷത്തേക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാക്കാം. ഭാഗ്യവശാല് ഞാനൊരു ബോട്ടണിസ്റ്റ് ആണേ. ചൊവ്വാഗ്രഹം ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ പിറ്റേന്ന് തന്നെ മാർക്ക് കൃഷിക്കുള്ള പണികളെല്ലാം തുടങ്ങി. ആദ്യം തന്നെ സോളാർ പാനലിലുള്ള പൊടികളെല്ലാം വൃത്തിയാക്കുന്നു. ശേഷം ഹാബിനുള്ളിൽ തന്നെ അവൻ കൃഷിക്കായിട്ട് ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ആവശ്യത്തിനുള്ള മണ്ണെല്ലാം കോരിക്കൊണ്ടുവന്നിടുന്നു. വളത്തിന് വേണ്ടി അവൻ എടുക്കുന്നത് ഹ്യൂമൻ വേസ്റ്റ് തന്നെയാണ്. ഭൂമിയിലെ പോലെ അവിടെ ഫ്ലഷ് ചെയ്യുകയല്ലോ ചെയ്യുന്നത്. ടോയ്ലറ്റിൽ പോയാൽ അവർ വാക്വം ഫ്ലഷ് ആണ് ചെയ്യാറ്. അതൊക്കെ ഇപ്പോൾ പൊടിഞ്ഞൊരു പരുവായിട്ടുണ്ട്. അതാണ് ഈ കൃഷിക്കായിട്ട് അവനെടുക്കുന്ന വളവും. ഒടുക്കത്തെ നാറ്റം. അങ്ങനെ വളം മണ്ണിലേക്ക് ഇട്ട് അതിന് മുകളിലേക്ക് പകുതി ഉരുളക്കിഴങ്ങ് വെച്ച് മണ്ണിട്ട് മൂടുന്നു. കുറേശ്ശെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും വെള്ളമാണ്. കൃഷിക്ക് വെള്ളമില്ലാതെ പറ്റില്ലല്ലോ. എന്നാൽ അതിനുള്ള മാർഗം അവൻ തന്നെ കണ്ടെത്തുന്നുണ്ട്. വെള്ളം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജന്റെ കൂടെ നിങ്ങൾ ഓക്സിജൻ ആഡ് ചെയ്യുക, പിന്നെ അത് കത്തിക്കുക. എന്നാൽ ഈ ഒരു പരീക്ഷണം ചെയ്യുന്ന സമയത്ത് ആൾ ഓക്സിജന്റെ അളവ് ശ്രദ്ധിച്ചിരുന്നില്ല. അത് കാരണം ആദ്യത്തെ പരീക്ഷണത്തിൽ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ഭാഗ്യത്തിന് അവന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. അടുത്ത തവണ എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ആൾ പരീക്ഷണങ്ങളെല്ലാം നടത്തിയതും വിചാരിച്ചതുപോലെ തന്നെ അത് സക്സസ് ആവുകയും ചെയ്തു. ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് എഴുന്നേറ്റ് വന്ന് നോക്കിയതും അവൻ ഇപ്പോൾ കൃഷിക്ക് ആവശ്യമായ വെള്ളം മുഴുവൻ കിട്ടിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുളകൾ പൊട്ടി വരാനും തുടങ്ങി. ആ കാഴ്ചകളൊക്കെ കണ്ടത് മാർക്ക് ഒടുക്കത്തെ ഹാപ്പി. ഇതേ സമയം ഭൂമിയിൽ നമ്മുടെ മാർക്കിന്റെ അനുശോചന ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. നാസ
നാസയുടെ പ്രസിഡന്റ് അവനെ പറ്റി വലിയൊരു പ്രസംഗം തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ മറ്റൊരിടത്ത് നാസയിലെ മെമ്പേഴ്സ് മാർക്ക് നിൽക്കുന്ന ഇടത്തുള്ള ഏരിയൽ ഷോട്ട്സ് ഒക്കെ നോക്കുന്ന സമയത്താണ് അവിടെയുള്ള സാധനങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഇമേജിലുള്ളത് പോലെയല്ല രണ്ടാമത്തെ ഇമേജിൽ കാണുന്നത്. രണ്ട് ഫോട്ടോയിലുമുള്ള സാധനങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥം മാർക്ക് ജീവനോടെ ഉണ്ടെന്നല്ലേ? ആ സാധനങ്ങളൊക്കെ അവൻ മാറ്റിവെച്ചതാണെങ്കിലോ? പൊടി പിടിച്ചു കിടന്ന സോളാർ പാനലുകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഹാബിൽ കണക്ട് ചെയ്തിരുന്ന കേബിളുകളൊക്കെ റിമൂവ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ മാർക്കല്ലാതെ വേറെ ആര് ചെയ്യാനാ? അവരുടെ ക്രൂ മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്കിയാലോ? വേണ്ട, അവരിത് അറിയണ്ട. ഇനിയും ഒരു 10 മാസത്തെ യാത്രയെങ്കിലും വേണം അവർക്ക് ഭൂമിയിലെത്താൻ. മാർക്ക് ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവനെ തനിച്ചാക്കി തോർത്ത് അവന് വിഷമിക്കും. നിങ്ങൾക്കറിയത്തില്ലേ ബഹിരാകാശ യാത്ര എത്ര അപകടം പിടിച്ചതാണെന്ന്? അതുകൊണ്ട് അവരെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. പിറ്റേ ദിവസം തന്നെ മാർക്ക് ജീവനോടുള്ള കാര്യം നാസ ലോകത്തെ മുഴുവൻ അറിയിക്കുന്നു. ഇതേ സമയം നമ്മുടെ മാർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. 4 വർഷം കഴിഞ്ഞ് പുതിയൊരു ടീം ഇവിടെ ലാൻഡ് ചെയ്യുന്നു പറഞ്ഞില്ലേ? പക്ഷേ അവർ ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഇവിടെ നിന്ന് 3200 കിലോമീറ്റർ അകലെയാണ്. അവന്റെ കയ്യിൽ ഇപ്പോഴുള്ളതാണെങ്കിൽ 35 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു റോവറാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടി വരും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അവൻ ഈ യാത്ര പൂർത്തിയാക്കാൻ കുറഞ്ഞത് 50 ദിവസമെങ്കിലും വേണ്ടിവരും. മാത്രമല്ല റോവർ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചാർജ് ചെയ്യണ്ടേ? അങ്ങനെയെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം വീണ്ടും കൂടും. ഒരു പക്ഷേ റോവറിനുള്ളിലെ ഹീറ്റർ ഓഫ് ആക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ പറ്റും. ഒരു തവണ അവൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കി. പക്ഷേ രാത്രി കാലത്തെ തണുപ്പ് അവന് സഹിക്കാവുന്നതിലപ്പുറത്തായിരുന്നു. ഹീറ്റർ ഇടാതെ ഒരു അടി യാത്ര ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിനും അവൻ മറ്റൊരു മാർഗം കണ്ടെത്തി. എന്താണെന്ന് വെച്ചാൽ റേഡിയോ തെർമൽ ജനറേറ്റർ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു ജനറേറ്റർ ആണ്. പേര് പോലെ തന്നെ അത് റേഡിയോ ആക്റ്റീവ് ആണ്. മനുഷ്യന്മാരുടെ അടുത്താണ് ഇരുന്ന് അത് പൊട്ടിത്തെറിച്ചാൽ പിന്നെ പൊട്ടി പോലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ വന്ന ഉടനെ അവർ അത് മണ്ണിനടിയിൽ കുഴിച്ചിടാറാണ് പതിവ്. ഇപ്പോൾ അതാണ് നമ്മുടെ മാർക്ക് ചെന്ന് കുഴിച്ചെടുത്തതും. ശേഷം നേരെ അത് റോവറിനുള്ളിലേക്ക് കൊണ്ടുവെക്കുന്നു. അതിൽ നിന്നും എപ്പോഴും ചൂട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തണുപ്പിന്റെ പ്രശ്നം മാറി കിട്ടി. ഇതേ സമയം ഭൂമിയിലെ ചർച്ച നമ്മുടെ മാർക്കിന് എങ്ങനെ ഭക്ഷണം എത്തിക്കുമെന്നുള്ളതാണ്. ഭൂമിയുടെ ചൊവ്വയുടെ സ്ഥാനം അനുസരിച്ച് അതിന് കുറഞ്ഞത് 6 മാസമെങ്കിലും എടുക്കും. പറ്റില്ല, 3 മാസത്തിനുള്ളിൽ വേണം. പ്രസിഡന്റ് പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ 48 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മാർക്ക് വിചാരിച്ചതിനേക്കാൾ നല്ല വിളവായിരുന്നു കിട്ടിയത്. അവനിപ്പോൾ ഏകദേശം 400 ചെടികളുണ്ട്. പാകമായ വലിയ കിഴങ്ങുകളെല്ലാം എടുത്ത ശേഷം ചെറുതെല്ലാം അവൻ വീണ്ടും അവിടെ തന്നെ നടന്നു. എപ്പോഴും ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മാത്രം തിന്നുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണ്ടേ? അതിനുവേണ്ടി ലാപ്ടോപ്പൊക്കെ അരിച്ചു പറക്കുന്ന സമയത്താണ് ചൊവ്വയിലുള്ള ഒരു സ്പോട്ട് അവന്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ തന്നെ അവനൊരു ബുദ്ധി തോന്നി. അടുത്ത നിമിഷം തന്നെ തന്റെ റോവറിൽ കയറി അവൻ ആ സ്ഥലത്തേക്ക് പോകുന്നു. അവന്റെ ഈ മൂവ്മെന്റ് എല്ലാം നാസയിലുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 13 ദിവസമായി മാർക്ക് ഈ യാത്ര തുടങ്ങിയിട്ട്. എന്നാൽ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പെട്ടെന്നാണ് അവർക്കൊരു കാര്യം കത്തിയത്. 97-ൽ അവർ അങ്ങോട്ടേക്ക് ഒരു സാധനം അയച്ചിരുന്നു. പാത്ത് ഫൈൻഡർ എന്നാണ് എന്റെ പേര്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അതിന്റെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നഷ്ടമായി. ഇപ്പോൾ അതും തേടിയാണ് നമ്മുടെ മാർക്ക് അങ്ങോട്ടേക്ക് വന്നേക്കുന്നതും. അത് മനസ്സിലാക്കി നാസയുടെ ടീംസും അന്ന് പാത്ത് ഫൈൻഡർ ഉണ്ടാക്കിയ ടീംസിനെ തേടി ചെല്ലുന്നു. അതിന്റെ ഒരു റിപ്ലിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ മണ്ണിൽ പൂഴ്ന്നു കിടന്ന ആ പാത്ത് ഫൈൻഡർ നമ്മുടെ മാർക്ക് കണ്ടെത്തി. അതെടുത്ത് റോവറിലേക്ക് വെച്ച് നേരെ നമ്മുടെ ഹാബിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ ബാറ്ററിക്കുണ്ടായ ഡാമേജ് കാരണമായിരുന്നു അത് ഓഫായി പോയത്. ഹാബിലേക്ക് എത്തിയതും മാർക്ക് അപ്പോൾ തന്നെ അത് ചാർജ് ചെയ്യുന്നു. ചാർജ് ഫുൾ ആയതും അപ്പോൾ തന്നെ അത് ഓൺ ആവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നാസയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗം ഉണ്ടായിരിക്കുകയാണ്. ഈ പാത്ത് ഫൈൻഡറിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ചൊവ്വയിലുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് അത് ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കും. മാത്രമല്ല ഇത് ഭൂമിയിലുള്ള അതിന്റെ റിപ്ലിക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അവർ അവിടെയുള്ള അതിന്റെ ക്യാമറ തിരിച്ചാൽ ഇവിടെയുള്ള ഇതിന്റെ ക്യാമറയും തിരിയും. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻസിലൂടെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്റെ മെസ്സേജ് കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം എഴുതി അവനൊരു ബോർഡിൽ അവിടെ വെക്കുന്നു. അപ്പുറത്തായിട്ട് എസ് എന്നും ഇപ്പുറത്തായിട്ട് നോ എന്നും മറ്റൊരു ബോർഡും കൂടി വെക്കുന്നുണ്ട്. പാത്ത് ഫൈൻഡർ ഇത് അതേപോലെ തന്നെ ഫോട്ടോ എടുത്ത് നാസയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അവരുടെ കയ്യിലുള്ള റിപ്ലിക്കേറ്റ് ക്യാമറ എസിന്റെ സൈഡിലേക്ക് തിരിച്ചതും ഇവിടെ നമ്മുടെ മാർക്ക് എഴുതി വെച്ച എസ് എന്ന ബോർഡിന്റെ അടുത്തേക്ക് അവന്റെ ക്യാമറയും തിരിയുന്നു. അതോടെ അവർക്ക് തന്നെ മെസ്സേജ് എല്ലാം കിട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ ഒടുക്കത്തെ ഹാപ്പി. പിന്നീട് അങ്ങോട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ ഇങ്ങനായിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷന് ഒരുപാട് സമയം വേണം. നാസയിലുള്ളവർക്കാണെങ്കിൽ അവനോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും വേണം. ഈ രീതിയിലുള്ള ചോദ്യം പറിച്ചിട്ടുവാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ പാത്ത് ഫൈൻഡറിന്റെ സെർവർ ഹാക്ക് ചെയ്യുക. അതെങ്ങനെ വേണമെന്നെല്ലാം അവർ മാർക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവൻ സെർവർ ഹാക്ക് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കി. ഇനിയിപ്പോൾ അവർക്ക് പരസ്പരം ടൈപ്പ് ചെയ്യുന്നതുപോലെ മെസ്സേജ് അയക്കാൻ പറ്റും. ഭൂമിയിലുള്ളവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയത് തന്നെ അവന് വലിയ സന്തോഷമായി. അവന് മാത്രമല്ല നാസയിലുള്ളവർക്കും അത് വലിയൊരു റിലീഫ് ആയിരുന്നു. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് എന്റെ ക്രൂവിനോട് പറഞ്ഞോ? അവന്റെ ആ ചോദ്യം കേട്ടത് മറുപടി പറയാൻ എല്ലാവരും ഒന്ന് പതറി. കാരണം ക്രൂവിനെ അറിയിക്കേണ്ടെന്ന് ഇവരുടെ തീരുമാനമായിരുന്നല്ലോ. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം ഞങ്ങൾ ഇതുവരെ ക്രൂവിനോട് പറഞ്ഞിട്ടില്ല. ഇത് കേട്ടത് മാർക്കിന് നല്ല ദേഷ്യം വരുന്നു. ആ ദേഷ്യത്തിന് അവൻ വലിയൊരു തേറ് തന്നെ അവർക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. മാർക്ക്, നീ ടൈപ്പ് ചെയ്തത് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക ആണോ? ശരിക്കും? അത് കേട്ടതും നേരത്തെ അയച്ചതിനേക്കാളും ഡോസ് കൂട്ടി അവൻ വീണ്ടും തെറു തന്നെ അയച്ചു കൊടുക്കുന്നു. അതോടെ പിന്നീട് അവരൊന്നും പറയാനും പോയില്ല. ലോകം മുഴുവനും ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയല്ലേ. അത് കാരണം മാർക്കിന്റെ ക്രൂവിനെ ഈ വിവരം അറിയിക്കാതെ വേറെ മാർഗമില്ല. തൊട്ടടുത്ത ദിവസം തന്നെ അവർ ആ കാര്യം ക്രൂവിനെ അറിയിക്കുകയും ചെയ്യുന്നു. മാർക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. 2 മാസം മുന്നേ തന്നെ ഞങ്ങളത് കണ്ടുപിടിച്ചിരുന്നു. ആദ്യം നിങ്ങൾ
നിങ്ങളെ അറിയിക്കേണ്ട എന്നായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം മാർക്കുമായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും ഇത് നിങ്ങളുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല. ഓരോ തവണ വിളിക്കുമ്പോഴും മാർക്ക് ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അയാൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു. ജീവനോടെ മാർക്കിനെ അവിടെ വിട്ടിട്ട് പോയതിൽ എല്ലാവരും വലിയ സങ്കടത്തിലാണ്. ഇതേ സമയം ഇവിടെ നമ്മുടെ മാർക്കിന് വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നു. അവൻ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഹാബിലേക്ക് കയറാൻ പോയതും ചെറിയൊരു കീറലുണ്ടായത് കാരണം ആ ചേമ്പർ തന്നെ പൊട്ടിത്തെറിച്ചു പോകുന്നു. അവന്റെ കൃഷിയെല്ലാം അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഭാഗ്യത്തിന് അവൻ അധികം പരിക്കുകളൊന്നും പറ്റിയില്ല. അവിടുന്ന് അവൻ നേരെ തന്റെ കൃഷി സ്ഥലത്തേക്കാണ് പോയത്. അന്തരീക്ഷ മർദ്ദം മാറിയത് കൊണ്ട് തന്നെ അവന്റെ കൃഷിയെല്ലാം ഐസായി പോയിരുന്നു. തൊടുമ്പോൾ തന്നെ എല്ലാം പൊടിഞ്ഞു പോവുകയാണ്. കൃഷിയെല്ലാം നശിച്ചത് കൊണ്ട് തന്നെ ഇനി വെറും 600 ദിവസങ്ങൾ കഴിക്കാനുള്ള ഫുഡ് മാത്രമേ അവന്റെ കയ്യിലുള്ളൂ. ഇതറിഞ്ഞതും എത്രയും പെട്ടെന്ന് അവനുള്ള ഫുഡ് അയക്കാനുള്ള തീരുമാനത്തിലാണ് നാസയിലുള്ളവർ. അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ റോക്കറ്റിന്റെ പണിയെല്ലാം തുടങ്ങി. വളരെ വേഗത്തിൽ തന്നെ അവർ അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ധൃതി പിടിച്ച് റെഡിയാക്കി എടുത്ത റോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ലോഞ്ചിങ്ങിന്റെ സമയത്ത് തന്നെ അത് പൊട്ടി തകർന്നു പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ അവര് മാർക്കിനെ അറിയിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അവന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് വേണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും താനെങ്ങാനും മരിച്ചു പോകുമോ എന്നൊരു പേടിയായിരുന്നു അവന്. ഈ സമയത്താണ് നാസയിലേക്ക് റിച്ച് എന്ന പേരുള്ള ഒരാൾ വരുന്നത്. ആസ്ട്രോ ഡൈനാമിക്സ് എന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരുത്തനായിരുന്നു അത്. മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഐഡിയയുമായിട്ടാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നതും. മാർക്കിന്റെ ക്രൂ മെമ്പേഴ്സ് ഇപ്പോൾ ഏകദേശം ഭൂമിക്ക് അടുത്തെത്താറായി. പക്ഷേ അവരെ ഭൂമിയിൽ ലാൻഡ് ചെയ്യിക്കരുത്. പകരം ഭൂമി ഒന്ന് കറങ്ങി വന്ന് അതിന്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അവർക്ക് ചൊവ്വയിലേക്ക് കുതിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ചെയ്യാം. പക്ഷേ അതേ വേഗതയിൽ ചെന്ന് ചൊവ്വയിൽ ലാൻഡ് ആവുകയാണെങ്കിൽ അവരുടെ ഷിപ്പ് തകർന്നു പോകും. അത് കാരണം അതിനു മുന്നേ തന്നെ മാർക്ക് എങ്ങനെയെങ്കിലും മുകളിലേക്ക് പൊങ്ങി വരണം. പക്ഷേ അവന്റെ ഈ ഐഡിയ പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ല. ഈ ദൗത്യത്തിന്റെ ഇടയിൽ അവന്റെ ക്രൂവിന് എന്തെങ്കിലും പറ്റുമോ എന്നായിരുന്നു അയാളുടെ പേടി. എന്നാൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ക്രൂ മെമ്പേഴ്സ് അറിയുന്നുണ്ട്. പ്ലാൻ കേട്ടപ്പോൾ തന്നെ അവർക്ക് പൂർണ്ണ സമ്മതം. പ്രസിഡന്റ് അറിഞ്ഞാൽ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. അത് കാരണം അവർ സ്വന്തം റിസ്കിൽ തന്നെ നാസയെ പോലും അറിയിക്കാതെ ചൊവ്വയിലേക്കുള്ള യാത്ര തിരിക്കുന്നു. ഇതെല്ലാം അവര് മാർക്കിനെ അറിയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കിന് മുകളിലേക്ക് പോകണ്ടേ? അതിന് അവന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓരോ 4 വർഷം കൂടുന്തോറും പുതിയ ദൗത്യസംഘം ചൊവ്വയിലേക്ക് വരില്ലേ? അവർക്കുള്ള സാധനങ്ങളെല്ലാം നാസ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കും. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സംഘത്തിനുള്ള സാധനങ്ങളും ഒരു മാവിൽ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകാൻ വേണ്ടി അത് ഉപയോഗിക്കാനാണ് നമ്മുടെ മാർക്കിന്റെ തീരുമാനവും. അങ്ങനെ ഇപ്പോൾ 7 മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. പ്ലാൻ അനുസരിച്ച് തന്നെ അവൻ അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ നിർത്തി സോളാർ പാനൽ വഴി ചാർജ് ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ വളരെ കുറവായത് കാരണം വളരെ കുറച്ച് മാത്രമാണ് അവൻ ആഹാരം കഴിക്കുന്നതും. അതിന്റേതായ നല്ല ക്ഷീണം അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്നാൽ ഇതേ സമയം നമ്മുടെ മാർക്കിന് മറ്റൊരു പ്രോബ്ലം ഉണ്ടാകുന്നു. അവൻ പോകാൻ ഉദ്ദേശിക്കുന്ന പേടകമില്ലേ, അതിനിപ്പോൾ വെയിറ്റ് കൂടുതലാണ്. കുറഞ്ഞത് ഒരു 5000 കിലോയെങ്കിലും കുറയ്ക്കണം. എങ്കിൽ മാത്രമേ അവന് ചൊവ്വയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കൂ. ഇതറിഞ്ഞ മാർക്ക് ഇപ്പോൾ ആ പേടകത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവൻ അതിനുള്ളിൽ നിന്നും വേണ്ടുന്നതും വേണ്ടാത്തതുമായ സകല സാധനങ്ങൾ എടുത്ത് പുറത്തേക്കിടുന്നു. എന്തിനേറെ കൺട്രോൾ ബോർഡ് പോലും എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അത് കാരണം ഇനി ആ പേടകം റിമോട്ടിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. അത് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലോ അവന്റെ ക്രൂ മെമ്പേഴ്സും. ആ പേടകത്തിന്റെ മുകൾ വശത്തെ ഡോർ അടക്കെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് കാരണം അത്രയും ഭാഗം ഇപ്പോൾ ഒരു ഷീറ്റ് വെച്ചാണ് മറച്ചേക്കുന്നതും. അങ്ങനെ ക്രൂ മെമ്പേഴ്സിന്റെ ഷിപ്പ് ഇപ്പോൾ ചൊവ്വയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ചൊവ്വയിലുള്ള മാർക്കിന്റെ അവസാന നാളുകൾ. ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്ന നിമിഷം. മാർക്ക് രക്ഷപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാർക്കിന് പോകാനുള്ള സമയമെത്തി. വളരെ പെട്ടെന്ന് തന്നെ അവന്റെ ക്രൂ മെമ്പേഴ്സ് ആ പേടകം മുകളിലേക്ക് ഉയർത്തുന്നു. അതിവേഗത്തിലാണ് അത് മുകളിലേക്ക് കുതിച്ചുയർന്നത്. എവിടെയും ഡോറില്ലാത്തത് കാരണം കാറ്റൊക്കെ നല്ല ഫോഴ്സിന് അടിച്ചു കയറുന്നുണ്ട്. കാറ്റിന്റെ ശക്തി കാരണം അവൻ കെട്ടിവെച്ചിരുന്ന ഷീറ്റ് എല്ലാം ഇളവി പോയിരിക്കുകയാണ്. അത് കാരണം ഇപ്പോൾ ആ പേടകത്തിന്റെ വേഗതയും കുറഞ്ഞിരിക്കുന്നു. ഈ വേഗതയിൽ പോയാൽ അവൻ ഒരിക്കലും തന്റെ ക്രൂ മെമ്പേഴ്സിന് അടുത്തെത്താൻ സാധിക്കില്ല. ഞാനൊരു ആശയം പറയട്ടെ. എന്റെ സ്യൂട്ടിനകത്ത് ദാരമുണ്ടാക്കി ആ എയറിന്റെ പ്രഷർ കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലോ? ആ സമയത്ത് ഒരാൾ എന്നെ പിടിക്കാൻ വേണ്ടി താഴേക്ക് വരണം. വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ അവന്റെ ആ ഐഡിയ ആദ്യം ആരും സ്വീകരിക്കുന്നില്ല. പക്ഷേ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലല്ലോ. അത് കാരണം മാർക്കിന്റെ ഐഡിയയുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മാർക്കിനെ പിടിക്കാൻ വേണ്ടി അവരുടെ കമാൻഡർ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അവരെ ഷിപ്പിൽ ഒരു കയറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. കമാൻഡർ വരുന്നത് കണ്ടത് മാർക്ക് തന്റെ സ്യൂട്ടിന്റെ 2 കൈയുടെ വശത്തുമായിട്ട് ദ്വാരമുണ്ടാക്കുന്നു. ശക്തമായിട്ടാണ് എയർ പുറത്തേക്ക് വരുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ മാർക്ക് നന്നായിട്ട് തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. കൺട്രോൾ കിട്ടാതെ അവൻ ആ എയറിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽക്കുവാണ്. കമാൻഡറും അടുത്തേക്ക് വന്ന് അവനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കിട്ടണ്ടേ? എന്തോ ഭാഗ്യത്തിന് അവൻ ആ കയറിൽ പിടുത്തം കിട്ടുന്നു. പക്ഷേ എയറിന്റെ ഫോഴ്സ് കാരണം രണ്ടും കൂടി അവിടെ കിടന്ന് ചുറ്റി കറങ്ങുവാണ്. ഒടുക്കം കമാൻഡർക്ക് അവനെ പിടുത്തം കിട്ടുന്നു. മാർക്കിന് സന്തോഷം സഹിക്കാനായില്ല. ആ ഒരു നിമിഷം ലോകമെമ്പാടും കൊണ്ടാടുകയാണ്. 1.5 വർഷത്തെ കാത്തിരിപ്പ്. നീണ്ട 1.5 വർഷമായിരിക്കും
പെട്ടെന്നായിരിക്കുന്നു അവൻ ചൊവ്വയിൽ കുടുങ്ങിപ്പോയിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സന്തോഷം കൊണ്ട് കിടന്ന് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ അവൻ സേഫ് ആയിട്ട് തന്നെ ഷിപ്പിൽ ലാൻഡ് ചെയ്യുന്നു. അവിടുന്ന് നേരെ നമ്മുടെ ഭൂമിയിലേക്കും. പിന്നീട് കാണിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. അവനിപ്പോൾ ആസ്ട്രോനട്ട് കാൻഡിഡേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് എല്ലാവരും സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ചൊവ്വയിൽ കുടുങ്ങിപ്പോയ സമയത്ത് മരിക്കാൻ പോവുകയാണോ എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ബഹിരാകാശമാണേ, അത് നമ്മളോട് ഒരിക്കലും സഹകരിക്കില്ല. പക്ഷേ ഒരിക്കലും ആത്മവിശ്വാസം കൈവിടരുത്. വിജയിക്കും വരെ പൊരുതിക്കൊണ്ടേയിരിക്കണം. വിജയിക്കുമെന്ന് ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഒന്നിനും നിങ്ങളെ തടയാനാവില്ല. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.